ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാലക്കാട് ജില്ലയിലെ കാലടി ആനക്കര റോഡ് നാടിന് സമർപ്പിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പശ്ചാത്തല മേഖലയിലെ വികസനത്തിൽ കേരളം ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിൽ നിന്നും അനുവദിച്ച 2 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. തൃത്താല മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കാലടി ആനക്കര റോഡ് ഓൺലൈനായി മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് 8000 കിലോമീറ്റർ ദൂരം പൊതുമരാമത്ത് റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിക്കാൻ സർക്കാരിനായെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ മാത്രം 8000 കിലോമീറ്ററിലധികം പൊതുമരാമത്ത് റോഡുകൾ ആധുനിക നിലവാരത്തിൽ നവീകരിക്കാൻ നമുക്ക് സാധിച്ചു. 13,000 കോടിയിലധികം രൂപ റോഡ് നവീകരണത്തിന് വേണ്ടി ഇതുവരെ ചെലവഴിച്ചു. ഇവിടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതികളാണ് LDF സർക്കാർ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. പുതിയ തൃത്താലയെ സൃഷ്ടിക്കുന്നതിനായി നൂതന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി MB രാജേഷ് അഭിപ്രായപ്പെട്ടു. വളരെ തന്റേടത്തോടെ ധൈര്യത്തോടെ അവർ തങ്ങളുടെ ജനപ്രതിനിധിയുടെ മുന്നിൽ എന്നോട് ആ റോഡിന്റെ ശോചനീയാവസ്ഥയെ കുറിച്ച് പറഞ്ഞു. അത് നന്നാക്കാൻ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു. ആ നിവേദനം പരിഗണിച്ചാൽ 2 സ്കൂൾ കുട്ടികളുടെ നിവേദനം പരിഗണിച്ചാണ് ഈ റോഡിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചത്. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PK മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, ആനക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK ബാലചന്ദ്രൻ, PC രാജു തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, പാലക്കാട്.